ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും തന്നെ ഈ ഇഡലി പൊടി മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പൊട്ടുകടല, 10 വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചെറുതായി ചതച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, 8 വറ്റൽമുളക്, 1 സ്പൂൺ ജീരകം, 1 ചെറിയ കഷ്ണം കായം, 1 ചെറിയ കഷ്ണം പുളി, 1 കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ വറുത്ത് തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. കടായി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലെണ്ണയിലാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി മൂത്തതിന് ശേഷം മാത്രം ഈ ഇഡലി ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഇഡലി പൊടി കൂടി വിതറി ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള ഈ ഇഡലി പൊടി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്